ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കാറില്ലേ, അതുപോലെ തന്നെ എനിക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്. നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാവ് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ഒരു കുഞ്ഞു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായിലേക്ക് 1.5 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ ചേർക്കണേ. പെരിഞ്ജീരകമൊക്കെ കടിക്കാനായിട്ട് കിട്ടണത് എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ടാവണമെന്നില്ലല്ലോ. ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കണത് മീഡിയം വലിപ്പമുള്ള 2 സവാള. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കുഞ്ഞായി തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പുമാണ് കേട്ടോ. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണവരെ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ അങ്ങനെ ഏത് സമയത്തും കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടമാകും. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിതാ നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഈ ഒരു പാകാകണ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാവേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർക്കണത്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ ഈ ഒരു സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കണേ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗോതമ്പ് മാവില്ലേ, ഇതിൽ നിന്നും നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇതിനുള്ളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉള്ളി മസാലയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് പരത്തിയിട്ടെടുക്കാവേ. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണയൊക്കെ നമ്മുടെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മളിത് ഈ ഒരളവിലാണ് ഗോതമ്പ് പൊടി എടുക്കണതെങ്കിൽ നമുക്ക് ഈ വലുപ്പത്തിലുള്ള 4 എണ്ണമാണ് കേട്ടോ കിട്ടുക. അതുപോലെ നമ്മൾ ആ ഉള്ളി മസാല തയ്യാറാക്കിയില്ലേ, അതിൻ്റെ കൂടെ നമുക്കിഷ്ടമുള്ള പച്ചക്കറിയോ മുട്ടയോ ചിക്കനോ ബീഫോ ഒക്കെ ചേർക്കാവേ. ഇനിയിപ്പോൾ ഇതൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നമ്മുടെ ഉള്ളി മസാല മാത്രം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണേ വേവിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് മറ്റേ സൈഡും നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചിട്ടെടുക്കാം. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു കുഞ്ഞി സംശയം ഉണ്ടാവും, ഇത് നല്ലോണം എണ്ണ കുടിക്കുമെന്ന്. ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. നമ്മൾ ആ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ നമ്മുടെ പാനിൽ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതുപോലെ ഇത്രേ ഉള്ളൂ നമ്മുടെ ഏത് സമയത്തും കഴിക്കാനായിട്ട് പറ്റിയ ഈ ഒരു പലഹാരം. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. താങ്ക്